ഹലോ, ഇറ്റ്സ് മീ ദിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ടുലിപ്പ് ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. ക്ലേ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് പരത്തി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് ഇതങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്ലേ ഒക്കെ ഉപയോഗിക്കുന്നവർ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടൂലീപ്പിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത ഭാഗത്തോടെ നമുക്ക് ഇതുപോലെ വെള്ളം ഒന്നുകൂടെ ഷേപ്പ് ആക്കി എടുക്കണം. എല്ലാ ഭാഗത്തും ഇതുപോലെ ഈവൻ ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ അതിൻ്റെ തണ്ടും ഇലയുടെ ഭാഗമൊക്കെ ഇതുപോലെ ചെയ്തെടുക്കണം. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വേറെ ഒന്നല്ല, ഞാൻ ആദ്യം ഉണ്ടാക്കിയത് വൻ ഫ്ലോപ്പായിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കാണുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല ഈ ക്ലേ വെച്ച് കുഴച്ച് വരത്തി ഇങ്ങനെയൊക്കെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമ്മുടെ ശില്പകാർ ക്ലേൻ്റെ അത്ര ഈസി അല്ല ഇത് വെച്ചിട്ട് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയാണ് അടുത്ത ടാസ്ക്. ഫോട്ടോ ഹോൾഡർ എന്ന് പറയുമ്പോൾ ഫോട്ടോ വെക്കാനൊരു സ്പേസും കൂടെ വേണമല്ലോ. ഇതുപോലെ എങ്ങനെയൊക്കെയോ ഞാൻ ഒരു സിസേഴ്സ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. ഈ ക്ലേയിൽ കളിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മളിങ്ങനെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ട് ഇത് കുറച്ച് ഉണങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ വീണ്ടും ക്ലേ വെച്ച് ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കിയാൽ ക്രാക്സ് ഉണ്ടാവും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഹോൾഡർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കണം. ഞാനിവിടെ ഒരു ദിവസം മൊത്തം ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ യെല്ലോയിൽ ചെറുതായിട്ട് ഒരു വൈറ്റ് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 കോട്ട് പെയിൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഷേപ്പൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു അൺഈവൻനെസ് കാണുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാത്തതുകൊണ്ടാണ്. കാരണം അത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് അത് എൻ്റെ ഷെൽഫിൽ കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെള്ളം മിക്സ് ചെയ്തിട്ട് എടുത്തെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അൺഈവൻനെസ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് നീഡ് ചെയ്തെടുക്കണം. എന്നാലിട്ട് വെള്ളം കൂടി പോകാനും പാടില്ല. അത് ചളി പോലെ ആയിപ്പോവും.
ഇനി ലീഫിനും ഇതുപോലെ ഗ്രീനിൽ ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ടച്ച് വുഡ് വാർണിഷാണ് അടിച്ചു കൊടുത്തത്. ഇത് നല്ല ഗ്ലോസി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കളറിൻ്റെ മേലെയും ഈ വാർണിഷ് അടിച്ചു കൊടുക്കാൻ പറ്റില്ല. വെച്ചാൽ ഇതിനൊരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ് ഉണ്ടാവും. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണത് മനസ്സിലാവുക. ഇതിൻ്റെ യെല്ലോ ആയതുകൊണ്ട് കുഴപ്പമില്ല. അധികം തിക്കായിട്ട് ചെയ്ത് കൊടുക്കാതിരുന്നാൽ മതി. ഡാർക്ക് കളേഴ്സിലൊക്കെ നമുക്ക് ഈ വാർണിഷ് അടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഞാൻ പിറ്റേ ദിവസമാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഹോൾഡർ നല്ല ഗ്ലോസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അതിൽ നമുക്കൊരു ഫോട്ടോ കൂടെ വെച്ചുകൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഒവൈൻറ്റിങ് ടിയാരാൻ്റെ ഫോട്ടോ ആണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.